അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ആഫിൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് പേപ്പർ 2. ഇതിനു മുമ്പ് പേപ്പർ 1ൻ്റെ ആൻസർ കീ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ശരിയുത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഓപ്ഷൻസ്: അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, അലി റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ കാര്യം ആരോടാണ് പറഞ്ഞത് എന്നതാണ് ചോദ്യം. ശരിയുത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. 2. ഒന്നാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തവർ. ഓപ്ഷൻസ്: 73, 12, 63. ശരിയുത്തരം 12. 3. നരകം സൃഷ്ടിച്ചതിന് ശേഷം ചിരിച്ചിട്ടില്ല. ഓപ്ഷൻസ്: മീകായിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം. ശരിയുത്തരം മീകായിൽ അലൈഹിസ്സലാം. 4. ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണം. ഓപ്ഷൻസ്: ക്ഷമ, അഹങ്കാരം, വിനയം. ശരിയുത്തരം അഹങ്കാരം. 5. കുടുംബത്തെ ആദരിച്ച് ശിഷ്യന്റെ കൈ ചുംബിച്ച സ്വഹാബി. ഓപ്ഷൻസ്: ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ശരിയുത്തരം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. 6. ഇയ്യാക വൽ ഹലൂബ് ഇത് പറഞ്ഞത്. ഓപ്ഷൻസ്: അൻസ്വാരി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയുത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ നാട്ടുകാർ. 8. മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. 9. ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം. 10. കത്തി എന്നാണ് അർത്ഥം. 11. ഭക്ഷണം എന്നാണ് അർത്ഥം. ഇപ്പുറത്ത് നോക്കൂ. എ മുദിയ, ബി ത്വായിഫ്, സി വജ്ബ, ഡി ഫലസ്തീൻ, ഇ നഖല. ഓർദിനും യോജിച്ച ഉത്തരത്തിൽ ലെറ്റർ അതിന് നേരെ എഴുതുക. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ നാട്ടുകാർ. ശരിയുത്തരം ബി ത്വായിഫ്. 8. മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ശരിയുത്തരം ഡി ഫലസ്തീൻ. 9. ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം. ശരിയുത്തരം ഇ നഖല. 10. കത്തി എന്നാണ് അർത്ഥം. ശരിയുത്തരം എ മുദിയ. 11. ഭക്ഷണം എന്നാണ് അർത്ഥം. ശരിയുത്തരം സി വജ്ബ, ബി ഡി ഇ എ സി. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നുബുവത്തിന്റെ ഡാഷാം വർഷം വഫാത്തായി. ആവരിൽ പൂരിപ്പിക്കേണ്ടത് 10. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നുബുവത്തിന്റെ 10ാം വർഷം വഫാത്തായി. 13. പെട്ടെന്ന് ദേഷ്യപ്പെടൽ ഡാഷിന്റെ ലക്ഷണമാണ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് അഹങ്കാരത്തിന്റെ. പെട്ടെന്ന് ദേഷ്യപ്പെടൽ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. 14. ഇസ്രാ മിറാജ് ഉണ്ടായത് ഡാഷ് മാസത്തിലാണ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് രജബ്. ഇസ്രാ മിറാജ് ഉണ്ടായത് രജബ് മാസത്തിലാണ്. 15. പരലോക യാത്രക്കിടയിലെ ഡാഷ് മാത്രമാണ് ദുനിയാവ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഇടത്താവളം. പരലോക യാത്രക്കിടയിലെ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. 16. അർദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡാഷിൽ ചുംബിച്ച് ഇസ്ലാം സ്വീകരിച്ചു. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ശിറസിൽ. അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിറസിൽ ചുംബിച്ച് ഇസ്ലാം സ്വീകരിച്ചു. 17. ലിറാബ് എന്ന വാക്കിന് ഡാഷ് എന്നാണ് അർത്ഥം. ആവരിൽ പൂരിപ്പിക്കേണ്ടത് മലകൾ. ലിറാബ് എന്ന വാക്കിന് മലകൾ എന്നാണ് അർത്ഥം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ഉത്തരം റളിയല്ലാഹു അൻഹു. 19. ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം വഹബ്. 20. രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തവർ എത്ര? ഉത്തരം 75. 21. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലയ്ക്ക് വാങ്ങി മോചിപ്പിച്ചതാര്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. 22. സഹാബ് എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ഉത്തരം മേഘം. 23. ഉച്ചഭക്ഷണം എന്നതിന്റെ അറബി പദമെന്ത്? ഉത്തരം ഗസാ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24.
നബി കുടുംബത്തെ ആദരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം, ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക. അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവരോട് മോശമായി പെരുമാറരുത്. 25. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് എന്ത് ലഭിക്കും? ഉത്തരം, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും ലഭിക്കും. 26. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കിയ സുറാഖ എന്ത് കരാറിലാണ് പിരിഞ്ഞത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ച് ആരോടും പറയരുതെന്ന കരാറിൽ. 27. ത്വായിഫുകാരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞ മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. 28. അഹദ് അഹദ്, അല്ലാഹു ഏകനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആര്? എപ്പോൾ? ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യത്ത് കഠിനമായി ഉപദ്രവിച്ചു. വേദന കൊണ്ട് പൊളഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിന്റെ പുതിയ മതം ഉപേക്ഷിക്കുന്നതുവരെ നീ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഉമയ്യത്ത് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്. 29. മിറാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് വെച്ച് എന്തെല്ലാം കണ്ടു? ഉത്തരം, കഴിഞ്ഞുപോയ അമ്പ്യാക്കളെയും ആകാശത്തെ അത്ഭുതങ്ങളും സ്വർഗവും നരകവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. 30. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പന്മാരിൽ അബ്ദുൽ മുത്തലിബിന് ശേഷമുള്ള 4 ആളുടെ പേരെഴുതുക. ഉത്തരം, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്. 31. പരിഭാഷപ്പെടുത്തുക. ഉത്തരം, അദ്ദേഹം ശുദ്ധജലം അന്വേഷിച്ചു പോയി. അടുത്ത പ്രവർത്തനം, രണ്ടിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 32. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം. ഈ 2 വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയം എഴുതിയാൽ മതി. ഞാനിവിടെ 2 വിഷയവും എഴുതി കാണിക്കാം. ആദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തെയും കൂട്ടി സൗർ മലയിലെ ഗുഹയിലെത്തി. അവിടെ തങ്ങി. വീട് വളഞ്ഞവർ കിടന്നുറങ്ങുന്ന ആളെ കണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ധരിച്ചു. പുലർന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ ഇളിമ്പിയരായ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുപിടിക്കുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. ഖുറൈശികൾ മക്കയുടെ നാനാഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞു നടന്നു. അന്വേഷകർ സൗർ ഗുഹയുടെ പരിസരത്തുമെത്തി. ഗുഹാമുഖത്ത് നിന്ന് അവരുടെ കാലുകൾ കണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആരെങ്കിലും കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചു, നീ ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഖുറൈശികൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗുഹാമുഖത്ത് പഴക്കം ചെന്ന ചിലന്തി വലയും കൂട് കെട്ടിയ പ്രാവിനെയും അവർ കണ്ടു. അവിടെ ആരുമില്ലെന്ന് പറഞ്ഞ് ശത്രുക്കൾ പിൻവാങ്ങി. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിന്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി, കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞു, സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു. ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു. സ്വഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു. മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. 33. റജബിന്റെ മഹത്വം, അതല്ലെങ്കിൽ സ്വഹാബികളുടെ മഹത്വം. ഈ 2ൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാനിവിടെ
രണ്ടും എഴുതി കാണിക്കാം. റജബ് മാസത്തിന്റെ മഹത്വം. റജബിന് പല പ്രത്യേകതകളുമുണ്ട്. അത് വിശുദ്ധ മാസമാണ്. റജബിലാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത്. നുബുവത്തിന്റെ 11-ാം വർഷം റജബ് 27-ാം രാവിലായിരുന്നു ഇത്. ജിബ്രീൽ അലൈഹിസ്സലാം അതിവേഗം സഞ്ചരിക്കുന്ന ബുറാഖ് എന്ന മൃഗവുമായി എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിന്മേൽ കയറ്റി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇസ്രാ. അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും സിദ്റത്തുൽ മുൻതഹയിലേക്കും അല്ലാഹു തആല ഉദ്ദേശിച്ച മറ്റ് സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു. ഇതാണ് മിഅ്റാജ്. കഴിഞ്ഞുപോയ അമ്പിയാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടി. ആകാശത്തെ അത്ഭുതങ്ങളും സ്വർഗവും നരകവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അല്ലാഹു തആലയുമായി മുനാജാത്ത് നടത്തി. മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കി. നേരം പുലരും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തിരിച്ചെത്തി. ഇനി സ്വഹാബികളുടെ മഹത്വം നോക്കാം. ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവർ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളെയും അവഗണിച്ച് സത്യദീനിൽ അവർ ഉറച്ചുനിന്നു. തങ്ങളുടെ സമ്പത്തും ജീവനുമെല്ലാം അവർ ദീനിനു വേണ്ടി ചെലവഴിച്ചു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് അവരാണ്. സ്വഹാബികൾ എല്ലാവരും മതനിഷ്ഠയുള്ളവരും വിശ്വസ്തരുമാണ്. മുഹാജിറുകളും അൻസാറുകളുമാണ് അവരിൽ പ്രമുഖർ. സ്വഹാബികളെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്. അള്ളാഹുവാണ് സത്യം. ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ സദഖ ചെയ്താൽ പോലും അവർ ഒരു മുദ്ദ് സദഖ ചെയ്തതിൻ്റെ സ്ഥാനത്തെത്തുകയില്ല. കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ഒക്കെ മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.